റിപ്പോർട്ടർ ബ്രേക്കിംഗ്. എറണാകുളം ജില്ലയിൽ സിപിഐഎം സിറ്റിംഗ് എംഎൽഎക്ക് സീറ്റില്ലെന്ന് സൂചന. വൈപ്പിനിൽ കെ ഉണ്ണികൃഷ്ണന്റെ പേര് ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചില്ല. എം പി ഷൈനിക്കാണ് പരിഗണന. തൃപ്പൂണിത്തുറയിൽ നിയോജക മണ്ഡലം കമ്മിറ്റി എം സ്വരാജിനെയാണ് നിർദ്ദേശിച്ചത്. സ്വരാജ് അല്ലെങ്കിൽ കെ അരുൺകുമാറിനെയോ മുൻ മേയർ എം അനിൽകുമാറിനെയോ പരിഗണിക്കുമെന്നും ആവശ്യമുണ്ട്. ആദിൽ പാലോടാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ആദിൽ, ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സിപിഐഎമ്മിന്റെ ഒരു പ്രധാനപ്പെട്ട കോൺഫിഡൻസ് എന്നുള്ള നിലയിൽ അവർ തന്നെ വിലയിരുത്തപ്പെട്ട് നമ്മൾ പലയിടത്തും കേട്ടത് ഈ സിറ്റിംഗ് എംഎൽഎമാരുടെ പ്രകടനത്തിലുള്ള ആത്മവിശ്വാസമാണ്. എറണാകുളം ജില്ലയിലേക്ക് എത്തുമ്പോൾ സിറ്റിംഗ് എംഎൽഎമാരെ എല്ലാം മത്സരിപ്പിക്കാൻ തന്നെ ഒരു ധാരണയുണ്ടായിരുന്നു എന്ന തരത്തിലാണ് ആദ്യഘട്ടത്തിൽ വാർത്തകൾ വന്നത്. ഇതിപ്പോൾ ഉണ്ണികൃഷ്ണന് സീറ്റില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തപ്പെടുന്നത്? അതിന്റെ കാരണം എന്താണ്? തൃപ്പൂണിത്തുറയിലേക്ക് എത്തുമ്പോൾ എം സ്വരാജിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. അപ്പോഴും ഒരൊറ്റ പേരിലേക്ക് എത്താൻ കൺഫ്യൂഷൻ ഉണ്ടോ? ഉറപ്പായും LDFന്റെ പ്രധാനപ്പെട്ട ആത്മവിശ്വാസം, പ്രത്യേകിച്ച് CPMന്റെ ആത്മവിശ്വാസം എല്ലാ MLA മാരും കഴിവുറ്റവരാണ്, ജനസമ്മതി ഉള്ളവരാണ് എന്നതാണ്. 2 തവണ മത്സരിച്ചവർ ഒരു തവണ കൂടി മത്സരിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് പലയിടത്തും കാര്യങ്ങൾ എത്തുമ്പോൾ എറണാകുളത്തെ കാര്യം ആകെ 14 സീറ്റുകളാണ് എറണാകുളം ജില്ലയിലുള്ളത്. ഈ 14 എണ്ണത്തിൽ 5 സീറ്റുകളാണ് CPMന്റെ കൈവശമുള്ളത്. അതിൽ ഒരിടത്ത് മാത്രം, വൈപ്പിനിൽ മാത്രം സിറ്റിംഗ് MLA വേണ്ട എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, കഴിഞ്ഞ തവണ മാത്രമാണ് അവിടെ കെ ഉണ്ണികൃഷ്ണൻ മത്സരിച്ച് ജയിച്ചിട്ടുള്ളത്. 2ാം ടേമാണ്. ആ 2ാം ടേമിൽ പോലും വേണ്ടതില്ല എന്ന രൂപത്തിലേക്ക് ചർച്ചകൾ മാറുന്നു എന്നതാണ്. ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് സ്ഥാനാർത്ഥി നിർദ്ദേശ പട്ടിക തയ്യാറാക്കുമ്പോൾ വൈപ്പിനിൽ നിന്ന് കെ ഉണ്ണികൃഷ്ണന്റെ പേര് ഒഴിവാക്കിയത് എന്നുള്ളത് ശ്രദ്ധേയം. ആകെ 5 സീറ്റുകളിൽ കോതമംഗലത്ത് നിലവിൽ 2 ടേം പൂർത്തിയാക്കിയ ആന്റണി ജോൺ തന്നെ മത്സരിക്കും. കളമശ്ശേരിയിൽ പി രാജീവ് ഇത് 2ാം തവണയാണ്. കൊച്ചി KJ മാക്സി ഇത് 3ാം തവണയാണ്. കുന്നത്തുനാട് PV ശ്രീനിജൻ 2ാം തവണ. എന്നിങ്ങനെ 5 സിറ്റിംഗ് സീറ്റുകളിലേക്കുള്ള ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കെ ഉണ്ണികൃഷ്ണന് പകരം അഡ്വക്കേറ്റ് MB ഷൈനി, മഹിളാ അസോസിയേഷന്റെ ജില്ലാ നേതാവാണ്, ഷൈനിയെ പരിഗണിക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റൊന്ന് സ്വരാജിന്റെ കാര്യമാണ്. സ്വരാജ് കഴിഞ്ഞ തവണ 2021 കെ ബാബുവിനോട് 1200-ൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് പരാജയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സ്വരാജ് വരികയാണെങ്കിൽ സ്വാഭാവികമായും ജയസാധ്യത കൂടുതലാണ് എന്ന വിലയിരുത്തലും അഭിപ്രായവുമാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്. പക്ഷേ സ്വരാജിന് തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാനുള്ള താല്പര്യക്കുറവ് പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരികയാണ്. അങ്ങനെയെങ്കിൽ 2ാമത്തെ പരിഗണനയും 3ാമത്തെ പരിഗണനയും എന്ന നിലയിൽ അഡ്വക്കേറ്റ് KS അരുൺകുമാർ ചാനൽ ചർച്ചകളിലെ സജീവ സാന്നിധ്യമാണ്. മുൻ മേയർ M അനിൽകുമാർ എന്നിങ്ങനെ 2 പേരുടെ പേരാണ് പരിഗണിക്കുന്നത്. M അനിൽകുമാറിന്റെ പേര് മുൻ മേയറെ എറണാകുളം മണ്ഡലത്തിലേക്കും പരിഗണിക്കുന്നുണ്ട്. എറണാകുളം മണ്ഡലത്തിലെ ശ്രദ്ധേയമായ കാര്യം, അവിടെ പട്ടികയിൽ 2ാമതുള്ളത് KV തോമസ് മാഷാണ് എന്നുള്ളതാണ്. അഥവാ അനിൽകുമാറിന് ഏതെങ്കിലും രൂപത്തിലുള്ള തടസ്സങ്ങളോ അഭിപ്രായ ഭിന്നതകളോ പിന്നീട് ഒരു ഘട്ടത്തിൽ വരികയാണെങ്കിൽ KV തോമസ് എറണാകുളത്ത് മത്സരിക്കുമോ എന്ന ചോദ്യം പ്രധാനമാകുന്നു. ഏതായാലും ഇതൊന്നും അന്തിമ തീരുമാനമല്ല, ജില്ലയിൽ നിന്നുള്ള നിർദ്ദേശ പട്ടികയാണ്. ഇനി അന്തിമ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. വരുന്ന ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ചേരും. അതിനുശേഷമാകും പട്ടികയിൽ ഒരു അന്തിമ രൂപം വരിക. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജനസമ്മതിയില്ല, വിവാദങ്ങളിൽ പെട്ടു എന്ന കുറ്റവും കാരണവും കണ്ടെത്തി വൈപ്പിൻ MLAക്ക് ഇത്തവണ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ സ്ഥാനാർത്ഥി നിർദ്ദേശ പട്ടികയിൽ നിന്നും പേര് നഷ്ടപ്പെട്ടു, പേര് ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ് കാര്യം. അതെ, ആദിൽ പാലോടാണ് സമഗ്രമായ വിവരങ്ങളുമായി ചേർന്നത്. എന്തായാലും ആദിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് അന്തിമ പട്ടികയിൽ തീരുമാനമെടുക്കുന്നത്. ഇപ്പോൾ ജില്ല കേന്ദ്രീകരിച്ച് ഏത് തലത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് എന്നാണ് നമ്മൾ സംസാരിച്ചത്.